തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടി അങ്കത്തട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്നൊന്ന് പുതിയ MD നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണോ? സംശയിക്കണ്ട, ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ. പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് മിൽവോക്കി അക്കാദമി. മിൽവോക്കി അക്കാദമി, ദ റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ്, കോതമംഗലം. Classes for IELTS, OET, MOH, CGFNS, NCLEX RN and Spoken English. ഞാൻ എന്റെ മകനെയും മിൽവോക്കി അക്കാഡമിയിൽ IELTS ചേർത്തു. മക്കൾ അമേരിക്കയിലാണ്, ആസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നതിലുമില്ലേ ഒരു സുഖം. മിൽവോക്കി അക്കാദമി, കോതമംഗലം. JJ ഗോൾഡൻ ഡയമണ്ട്സ് 2 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. 600 രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ, 1000 രൂപ മുതൽ മൂക്കുത്തികൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ, 2500 രൂപ മുതൽ കുട്ടിവളകൾ, 2 ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ, 3 ഗ്രാം മുതലുള്ള പാദസരങ്ങൾ, 3 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, 3500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 92.5 ഇറ്റാലിയൻ വെള്ളിയാഭരണങ്ങൾ, കൂടാതെ 500 രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും. JJ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ. JJ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, AM റോഡ്, കോതമംഗലം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുമ്പോൾ ലൈഫ് മലയാളം ന്യൂസ് അങ്കത്തട്ട് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവുമായ യുവജനക്ഷേമ ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് റോണി മാത്യുവിന്റെ അടുത്താണ്. നമുക്ക് അദ്ദേഹത്തോട് കേരള കോൺഗ്രസ് മാണി വിഭാഗം ഈ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ വിലയിരുത്തുന്നു എന്നും ചോദിക്കാം. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എടുത്തു. ഏതാണ്ട് ഇവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം നിരവധി സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും എന്താണ്? ഇതിലെ ജയ സാധ്യതകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരള കോൺഗ്രസ് പ്രസ്ഥാനം പാർട്ടി സംബന്ധിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ഈ കഴിഞ്ഞ കേരള കോൺഗ്രസ് പ്രസ്ഥാനം ഇടതുപക്ഷ മുന്നണിയിലോട്ട് വന്നതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജനകീയമായിട്ട് ഉള്ള ഒരു വിധിയെഴുത്ത് കൂടിയാണിത്. മുന്നോട്ട് വെച്ച ഈ കഴിഞ്ഞ 9.5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരും അതോടെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് കേരള കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് ഒരു ജനവിധിക്ക് ഇറങ്ങുകയാണ്. ഈ ജനവിധിക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ ഉൾപ്പെടെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായ സീറ്റുകൾ വർധനവും നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം കേരള കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും വിജയസാധ്യത എന്ന് പറയുന്നത് പിന്നിടുന്ന ഓരോ യോഗസ്ഥലങ്ങൾ കഴിയുമ്പോഴും ജനങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ടാണ് ഞങ്ങൾ കണ്ടുവരുന്നത്. പൂർണ്ണമായ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കരുത്തു പകരുന്ന ഒരു ജനകീയ വിധിയെഴുത്തെന്ന് പറയുമ്പോൾ അതിന് അടിത്തറ പകരുന്ന ഒരു ജനസാഗരമാണ് ഞങ്ങളുടെ കാണാൻ സാധിക്കുന്നത്. അസംബ്ലി മണ്ഡലത്തിന് കീഴിൽ വരുന്ന 8 പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് വരുന്ന ജില്ലാ പഞ്ചായത്തും, അതിലെ വിജയ സാധ്യതകൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എങ്ങനെയാണ്? കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? കോതമംഗലം മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന 8 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന 9 മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകളിൽ, അതായത് നേരിമംഗലം ഡിവിഷനും കവളങ്ങാട് പോത്താനിക്കാട് ഡിവിഷൻ ഉൾപ്പെടുന്ന നെല്ലിക്കുഴി ഡിവിഷൻ ഉൾപ്പെടുന്ന 3 ജില്ലാ ഡിവിഷനുകളും പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾ പൂർണ്ണ വിജയമുറപ്പാണ് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പൂർണ്ണമായ ഉറപ്പോടുകൂടി പറയുന്നു. ജയിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് മുന്നിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് എടുത്താലും ഗ്രാമപഞ്ചായത്ത് എടുത്താലും മുനിസിപ്പാലിറ്റി എടുത്താലും സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടും ജനകീയമായ സർക്കാരിന്റെ അടിത്തറ കൊണ്ടും പൂർണ്ണ വിജയത്തിലേക്ക് നമ്മൾ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ വിജയിച്ചിരിക്കുന്നതാണ് പറയാനുള്ളൂ. ഈ കടന്നു വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ്, അതായത് പ്രാദേശിക സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 9.5 വർഷമായിട്ട് പിന്നിടുന്ന സർക്കാരിന്റെ ഭരണത്തിന്റെ ഒരു തുടർച്ചയാണ്. നടത്തിവന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, അത് ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, തൊഴിൽ മേഖലയായിക്കോട്ടെ, ചെറുപ്പക്കാർക്ക് നിരവധി തൊഴിലവസരങ്ങൾ നൽകിക്കൊണ്ട് ആ മേഖലകളിലെല്ലാം പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഇതൊരു റിഹേഴ്സലാണ്. ഈ റിഹേഴ്സൽ എന്ന് പറയുമ്പോൾ തന്നെ പ്രാദേശിക സർക്കാർ തെരഞ്ഞെടുപ്പുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുന്നിലോട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ
അത് 9.5 വർഷത്തിന്റെ പറഞ്ഞു പൂർത്തീകരിച്ച പ്രഖ്യാപിത പ്രവർത്തനങ്ങളുടെ ഒരു വിധിയെഴുത്താണ് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും സർക്കാരിന്റെ പ്രവർത്തന നേട്ടങ്ങളുടെ കൂടി ഒരു വിധിയെഴുത്താണ് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്? എങ്ങനെ ചൂടായോ? വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ അങ്ങനെ ഒത്തിരി വിലയിരുത്തിയില്ല. ഞാനൊരു കടയണ ആളല്ലേ. ഏത് മുന്നണി ജയിക്കുമെന്ന് വല്ലതും പറയാൻ പറ്റുമോ ഇവിടെ? അങ്ങനെ ഞാൻ വിലയിരുത്തിയിട്ടില്ല. ഇന്ന മുന്നണി ജയിക്കും എന്നുള്ളതിൽ എനിക്കൊരു കണക്കൂട്ടലില്ല. ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന പ്രതീക്ഷിക്കുന്ന കുട്ടമ്പുഴയിൽ? നമ്മുടെ കോൺഗ്രസ് ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. സാധ്യത നമ്മുടെ വാർഡ് കോൺഗ്രസിന്റെ ഒരു വാർഡാണ്. അല്ല, മൊത്തത്തില് പഞ്ചായത്തില് ഇങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആയിരുന്നു, പ്രാവശ്യം അങ്ങനെയാണെന്നാണ് പ്രതീക്ഷ. ഇലക്ഷൻ തിരക്കുള്ള സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികൾ എല്ലാവരും മിടുമിടുക്കരും അതിസുന്ദരന്മാരും സുന്ദരികളുമാണ്. ഇതവണ ഇടതുപക്ഷ അധികാരത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രാവശ്യത്തെ ഭരണത്തിന്റെ നോട്ടമോ അങ്ങനെ എന്തെങ്കിലും? കഴിഞ്ഞ തവണത്തെ പഞ്ചായത്തിന്റെ ഭരണം വളരെ മോശമാണ്. അവർക്ക് കിട്ടിയ ഫണ്ട് മുഴുവൻ വിനിയോഗിക്കാൻ പറ്റിയില്ല. പഞ്ചായത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമവും വന്ന ഒരു സെക്രട്ടറി ഇവിടെ നിൽക്കാറില്ല. ഒരു 15-20 ദിവസം നിന്ന് കഴിയുമ്പോൾ അദ്ദേഹം മാറും. ഒരു വികസന പ്രവർത്തനങ്ങളും കാര്യമായിട്ട് നടത്താൻ ഭരണസമിതിയുടെ കുഴപ്പമാണോ നാടിന്റെ പ്രത്യേകതയാണോ എന്താണെന്ന് അറിയില്ല. സാധാരണ പഞ്ചായത്തിലെ സെക്രട്ടറി ആയിട്ട് തന്നെ ആള് ഒരു 20 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം മാറുകയാണ്. അങ്ങനെ ഈ 5 കൊല്ലം അവർ കഴിച്ചു കൂട്ടി. പിന്നെ പ്രതിപക്ഷം ഭരണപക്ഷമായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളാണ് അധികം. അതുകൊണ്ട് ജനങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഇത് കിട്ടിയിട്ടില്ല. പേരൊന്ന് പറയാവോ? എങ്ങോട്ട് പോവാ? എവിടെ പോവാ? അംഗൻവാടി പോണോ? അതെ. ചേച്ചി, കുട്ടമ്പുഴയിലെ ഇലക്ഷനൊക്കെ ആയല്ലോ, അപ്പൊ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയാണെന്ന് വെച്ചപ്പോ വലിയ തിരക്കൊന്നുമില്ല ഇപ്പൊ ആരുമായിട്ട്. അതിനെ പഴയ ചൂടൊന്നുമില്ല. പഴയ ചൂടില്ല. അതിനെ പറ്റിയ ആളുകൾക്ക് അങ്ങനെ ചൂടില്ലാത്ത തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് എന്നൊന്നും അറിയാൻ അറിയില്ല. ആര് ജയിക്കാനാ സാധ്യത? ഇവിടെ ഏത് പാർട്ടി അധികാരത്തിൽ വരാനാ സാധ്യത? ഇടതുപക്ഷമാണോ, കോൺഗ്രസ് ആണോ, UDF ആണോ, ആരാ? LDF വരാനാണ് സാധ്യത. അല്ലെ. എങ്ങനെയുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ നടക്കുന്നു. നല്ല ചൂടുണ്ടോ? ചൂട് കുറവാണോ? എല്ലാവർക്കും കുറേശ്ശൊക്കെ ഉണ്ട്. ഇല്ലാത്തവരാരും ആര് ഏത് മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത ഇവിടെ? ഏത് മുന്നണിയാന്ന് പറയാൻ നമുക്കങ്ങനെ പറ്റൂല. ശക്തമായ മത്സരമാണ്. എല്ലാവരും നല്ല മത്സരമാണ്. അതല്ലേ, എല്ലായിടത്തും. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു ഓളം കാണുന്നില്ല. ഇലക്ഷൻ അടുത്തോണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ. അതിന്റെ ഒരു മൂപ്പ് ഈ പഞ്ചായത്ത് ആയതുകൊണ്ട് അവസാന ഘട്ടത്തിലായാലും അതിന്റെ ഒരു ഇത് തന്നെ. സ്ഥാനാർത്ഥികളെല്ലാം അയ്യോഭാവങ്ങളൊക്കെ UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. തുടർ ഫലം ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. ഇലക്ഷനൊക്കെ ചൂടേറി നടക്കുക. നല്ല സെറ്റപ്പായിട്ടാണ്. നല്ല ചൂടാ. പൈസ ഇല്ലാത്തൊരു കുഴപ്പമില്ല ഇവർക്ക്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ശരിയാണ്. പക്ഷെ എന്നാലും പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുത്ത് സംഗതി കാര്യങ്ങൾ നടത്താലോ. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ. പക്ഷെ വോട്ട് എന്ന് പറയുന്നത് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതല്ലോ. അല്ല, ഇപ്പൊ ഈ രാജ്യത്ത് നടക്കണ അതാണല്ലോ കൂടുതലും. ഇവിടെ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരാനാ സാധ്യത? ഇതിപ്പോ ഇനി LDF വരും മിക്കവാറും. എന്താ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്നൊക്കെയാണ് പറയണേ. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ LDF കയറി വരും. എങ്ങനെയുണ്ട് കുട്ടമ്പുഴ ഇലക്ഷനൊക്കെ? ഇലക്ഷനൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ നടക്കും. ഗംഭീരമായിട്ട് നടക്കാണ്. എങ്ങനെയുണ്ട് ഇവിടെ? ചൂടൊക്കെ നല്ല രീതിയിലുണ്ട് ഇലക്ഷന്റെ? വലിയ ചൂടൊന്നും ഇല്ല, എങ്കിലും അത്ര ഒന്നും ചൂടില്ല. മുന്നേ ഇലക്ഷനുകൾ അത്രയും ചൂടില്ല. അത്രയും ചൂടില്ല. എന്തായിരിക്കും ആളുകൾക്ക് രാഷ്ട്രീയത്തോടുള്ള എന്തെങ്കിലും അകൽച്ച വന്നതാണോ, അതോ സ്ഥാനാർത്ഥികളോടുള്ള അകലോ അങ്ങനെ? സ്ഥാനാർത്ഥിയുടെ അല്ല, രാഷ്ട്രീയമായിട്ട് അങ്ങനെ പഴയതുപോലെ ഇപ്പൊ മനുഷ്യൻ ഇടപെടാറില്ലല്ലോ. പഴയ കാലമല്ലോ. മറ്റൊരു ജാഥയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ കുട്ടമ്പുഴ നടത്തിയ ആളായിരുന്നു. ഇപ്പൊ അത് കൂലിക്കാളിനെ വിളിക്കേണ്ട ഗതികേടാ. മനുഷ്യനും അധികാരത്തിൽ വരാനാ സാധ്യത? ഇവിടെ എന്റെ അഭിപ്രായം പറഞ്ഞാൽ LDF ആണ്. കുട്ടമ്പുഴ എങ്ങനെയുണ്ട്? ചൂടൊക്കെ ഉണ്ടോ? നമ്മുടെ ഒരുവിധം ചൂടുണ്ട്, ഒരുവിധം തണുപ്പൊക്കെ. ബ്ലോക്ക് ജില്ലയൊക്കെ എങ്ങനെ? അത് കുഴപ്പമില്ലാതെ പോകുന്നു. ഏത് മുന്നണികൾ വരാനാ സാധ്യത? ഏത് മുന്നണി പറഞ്ഞാലും നമ്മളത് പറയുന്നില്ല. അത് നമ്മളെ ഇഷ്ടമുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾ ചെയ്യും. അതാണ് ന്യായമായിട്ട് പോയിക്കൊണ്ടിരുന്നോ? ഇലക്ഷൻ അല്ലെങ്കിൽ ന്യായം വല്ലതും ഉണ്ടോ? അന്യായം ഉണ്ടോ ഇല്ല എന്നുള്ളത് വോട്ട് എണ്ണി കഴിഞ്ഞാൽ പറയാം. അങ്ങനെയുണ്ട്. ചൂടൊക്കെ ഉണ്ടോ ഇവിടെ? പഴയ പോലെയുള്ള ഇലക്ഷൻ ചൂടൊക്കെ ഉണ്ടോ? ചൂടുണ്ട്. കാലാവസ്ഥ ചൂടല്ല, ഇലക്ഷൻ ചൂട്. ഇലക്ഷന് ഒരു ചൂടുണ്ടല്ലോ, പ്രത്യേക ചൂട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചൂടില്ല. ചൂടില്ല, ശാന്തമാണ്. ഇവിടെ ഏത് മുന്നണി അധികാരത്തിൽ വരാനാണ് സാധ്യത കുട്ടമ്പുഴ?
കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇവിടെ ഇപ്പൊ അതേപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ മുന്നണിയും ഒപ്പം പിടിച്ചോണ്ടിരിക്കുന്നു. ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? കുഴപ്പമില്ലാതെ പോണു. എങ്ങനെയുണ്ട് ഇവിടെ മുന്നണികൾ രണ്ടും എല്ലാ മുന്നണികളും അതിശക്തമായിട്ടാണ് പോണത്. കാരണം പിന്നെ തന്നെയല്ല ഈ വലിയ നേതാക്കന്മാരൊന്നും ഇല്ലല്ലോ, മത്സരിക്കുന്നില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ചെറിയ വലിവുണ്ട്. യുവജനങ്ങൾ കൂടുതലായിട്ട് യുവജനങ്ങളാണ് കൂടുതൽ, പിന്നെ വനിതാ പാർട്ടല്ലേ ഏറ്റവും കൂടുതൽ. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ പിന്നോക്കം ഉള്ള സംഭവങ്ങൾ കുറെ ഉണ്ട്. പ്രതീക്ഷിച്ചിരുന്ന നേതാക്കന്മാർ ആരുമില്ല. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പ്രവർത്തനം കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. സാമ്പത്തികം കുറവാണ് എല്ലാവരും, പാവപ്പെട്ടവരെല്ലാവരും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഒരു പരിധി വരെ സാമ്പത്തികത്തിന് വിധേയമായിട്ട് വരുന്നു എന്നുള്ളതാണ് എന്നല്ല പക്ഷെ അതൊരു ഘടകമല്ലേ. സംഭവം ശരിയാണല്ലോ, നമുക്ക് എല്ലാവരും ചിന്തിച്ചറിയാമല്ലോ, അതൊരു ഘടകമാണ് അല്ലേ. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ശരിയാണ്. ഇലക്ഷനൊക്കെ നല്ല ചൂടായി വരുന്നു. രണ്ടും നല്ല ശക്തികളാണ്. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയാൻ തരക്കേടില്ല. എല്ലാ മുന്നണികളും എല്ലാം മൂന്നുപേരും മുന്നണിയുണ്ട്, ഒരേ രൂപത്തിൽ തന്നെ പോകും. ഒന്നും പറയാൻ പറ്റില്ല. ഇലക്ഷനൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല ചൂടുണ്ടോ അതോ? ഉണ്ട്. ആ നല്ല ചൂടാണ്. ആര് ജയിക്കാനാ സാധ്യത ഇവിടെ മുന്നണി? പഞ്ചായത്ത് ആര് ഭരിക്കും? LDF ഭരിക്കോ, UDF ഭരിക്കോ, അതോ BJP ഭരിക്കോ? നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാ അഭിപ്രായം? എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. ആര് ഭരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാനാ നമുക്ക് എന്താ കാര്യം? നമ്മൾ ഭരിക്കുന്നവർ ആരൊക്കെയായിരിക്കും? ഒരു നല്ല കാര്യം പറഞ്ഞു ഈ ഭരിക്കുന്ന ആൾക്കാര് ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യില്ല. ഉള്ള പെൻഷനും കൂടി എടുത്തു കളഞ്ഞു. അതാണ് ഭരണം. എന്ത് പെൻഷൻ അല്ലേ? എനിക്ക് വാർദ്ധക്യ പെൻഷൻ. അതാണ് ഭരിക്കുന്ന പഞ്ചായത്ത്. അതെവിടെ നിന്ന് എടുത്ത് കളയുന്നത്? ഈ പഞ്ചായത്തിൽ നിന്ന്. അല്ലാതെ എവിടെ നിന്ന്? എന്നാ പറയാനുള്ള ചേച്ചിക്ക്? ഒന്നും പറയാനില്ല. ഇലക്ഷനോടും താല്പര്യമില്ല, വോട്ട് ചെയ്യാനൊന്നും പോണില്ല. ചേട്ടാ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? നല്ല ചൂടുണ്ട് ഇവിടെ. കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏത് മുന്നണി ഭരിക്കാനാ സാധ്യത? ഒന്നും പറയാൻ പറ്റില്ല. തുല്യം ആണോ? മത്സരം ശക്തമാണ്. അതെ, അടിപൊളിയായിട്ട് പോണു. നല്ല ചൂടായ ഇലക്ഷനാണ്. എങ്ങനെയുണ്ട് മുന്നണികൾ തമ്മിലുള്ള? ഇപ്പൊ ഒരു കുറച്ച് ആൾക്കാർ UDF ഭരിക്കുന്നാണ് പറഞ്ഞത്. ഈ സ്ഥാനാർത്ഥികള് എങ്ങനെയുണ്ട് മൊത്തത്തിൽ സ്ഥാനാർത്ഥികൾ എല്ലാം കറക്റ്റ് ആയിട്ട് പോണു. എങ്കിൽ തന്നെ UDF ഭരിക്കുന്നതാണ് എന്റെ അറിവിലുള്ള ഇത്. കൃത്യം പറയാൻ പറ്റുമല്ലോ. എങ്ങനെയുണ്ട്? വോട്ട് ചെയ്യാനൊക്കെ പോണ്ടേ? ഞാൻ പോക്കുണ്ടാവില്ല. അതിനാ കണ്ണില്ല. അല്ല, കൂടെ ഒരു സഹായിയെ കൊണ്ടുപോകാൻ വീട്ടിൽ പെട്ടെ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ. കൊണ്ടുപോകാം. മക്കളോ കൊച്ചുമക്കളോ പ്രായമുള്ള ഒരാളെ കൊണ്ടുപോകാം നമുക്ക്. എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷനൊക്കെ? എങ്ങനെയുണ്ട്? ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ പുറത്തൊന്നും നോക്കണല്ല. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ? കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? നല്ല ചൂടായിട്ട് നടക്കുന്നുണ്ട്. ഏത് മുന്നണിയൊക്കെ ഭരണത്തിൽ? UDF ഭരണത്തിൽ വരും. ഞാൻ ഈ അമ്പലക്കുളന്മാർക്ക് ഇനി പഞ്ചായത്ത് കൊടുക്കുവോ, കേരളം കൊടുക്കുവോ? ഇല്ല. കൊള്ളക്കാര് അതിനപ്പുറം വരുന്നത്. ഇതിക്ക് മുമ്പ് ആരും ചെയ്യാത്ത പണി ഇപ്പൊ ചെയ്താണ്. പിന്നെ അവർ അധികത്ത് ഒരിക്കലും വരില്ല. എങ്ങനെയുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് ഇലക്ഷൻ? കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? നല്ല ചൂടാണോ അതോ എങ്ങനെയാണ്? അപ്പൊ നല്ല ചൂടിലാണ്. എല്ലാ മുന്നണികളും അതോ ഒരു എല്ലാ മുന്നണികളും ഉണ്ട്. ഏത് മുന്നണി ഇവിടെ അധികാരത്തിൽ വരാനാ? അധികാരത്തിൽ വരാൻ സാധ്യത ഇപ്പൊ ഈ വോട്ടായതുകൊണ്ട് ജനല്ലേ. പിന്നെ ഒരു ചെറിയൊരു ഉദ്ദേശമുള്ള LDF-നാണ്. ചെറിയൊരു ഉദ്ദേശമുള്ള. ഇപ്പൊ നിലവിൽ ഇവിടെ ഭരിക്കുന്നത് UDF ആണല്ലോ. ഭരണത്തിന് എന്തെങ്കിലും ഇതുകൊണ്ടാണോ? ഭരണത്തിന് യാതൊരു കുഴപ്പം ഉണ്ടായിട്ടല്ല. ഒന്ന് മാറി ഒന്ന് നോക്കട്ടെ. ഇതിനേക്കാൾ മെച്ചം അതാണോ ഇതാണോ എന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഇപ്പൊ ഭരണത്തിന് മിസ്റ്റേക്ക് ഒന്നുമില്ല. ഇനിയിപ്പോ LDF ഒന്ന് കയറി നോക്കട്ടെ. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടെ ഇലക്ഷൻ? ഇവിടെ ഇലക്ഷൻ കുഴപ്പമില്ലാതെ പോകുന്നു. സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. എല്ലാവരും. ബ്ലോക്ക് പഞ്ചായത്തൊക്കെ ഇവിടെ വരുന്നത് കുട്ടമ്പുഴ ഡിവിഷനോ? അല്ല, കുട്ടമ്പുഴ അല്ല. ഇവിടെ എങ്ങനെയുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത്? എങ്ങനെയുണ്ട് മൊത്തത്തില് ഭരണം? അത് UDF ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ എങ്ങനെയാ വന്നെന്ന് അറിയാൻ പാടില്ല.
ഈ പ്രാവശ്യം ഈ 13-ാം തീയതി നമ്മൾ വോട്ടെണ്ണി കഴിയുമ്പോൾ കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഏകദേശം ഒരു ചിത്രമായാലും ഇനി അപ്പൊ ഏകദേശം ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്നാണ് പ്രതീക്ഷ? ഒന്നും പറയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ശക്തമായ തുല്യമായിട്ട് രണ്ടും നിൽക്കുന്നത്. നമസ്കാരം. എങ്ങനെയുണ്ട് കുട്ടമ്പുഴ പഞ്ചായത്ത് ഇലക്ഷൻ? പടാട്ടുപാറയിൽ എങ്ങനെയുണ്ട്? തിരക്കേടില്ല. തിരക്കില്ല. എങ്ങനെയുണ്ട്? ചൂടാണോ? നല്ല ചൂടാണോ ആൾക്കാര്? ചൂടാണ്. അതെ. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? നല്ല സ്ഥാനാർത്ഥികളാണ്. ആരൊക്കെ ജയിക്കാനാ സാധ്യത? ആളുകളല്ല ഇവിടെ LDF ആണ് UDF ആണ് ജയിക്കാൻ സാധ്യത? LDF ജയിക്കാനാ സാധ്യത. നമ്മുടെ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന നേട്ടം പ്രതീക്ഷിക്കുന്നത്? കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഇപ്പൊ അത് പറയാൻ പറ്റില്ല. ഇവിടെ നല്ല മത്സരമാണ് നടക്കുന്നത്. നല്ല മത്സരമാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ കോതമംഗലം താലൂക്കിൽ ഏറ്റവും കൂടുതൽ റബൽ സ്ഥാനാർത്ഥികൾ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് വടാട്ടുപാറ എന്ന് തോന്നുന്നത്. എങ്ങനെയുണ്ട്? ഏത് മുന്നണി അധികാരത്തിൽ വരുന്ന പ്രതീക്ഷിക്കുന്നത് കുട്ടമ്പുഴയിൽ? അങ്ങനെ പറയാൻ പറ്റില്ല. നല്ല മത്സരമാണ് നടക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വേദനയെ തിരിച്ചറിയുന്ന സ്ഥാനാർത്ഥിയോട് ജയിക്കും. ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ ഓടിയെത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും. ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കുട്ടമ്പുഴ പഞ്ചായത്തിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ UDF ഭരണ അധികാരത്തിൽ വരും. എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടെ? ഇവിടെ നല്ല പ്രതികരണമാണ്. മുന്നണിയിൽ തമ്മിലുള്ള മത്സരം അങ്ങനെ ശക്തമാണോ അതോ ചെറിയ രീതിയിലുള്ള? മുന്നണികൾ തമ്മിലുള്ള മത്സരം ശക്തമാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഏത് മുന്നണി ആണ് അധികാരത്തിൽ വരാൻ സാധ്യത ചേട്ടൻ്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ സാധ്യത. വടാട്ടുപാറ മേഖലയിൽ 5 വാർഡുണ്ട്. ഇവിടെ ആർക്കും ചേർത്ത് വരാൻ സാധ്യത? വടാട്ടുപാറ 5 വാർഡിൽ 4 വാർഡും LDF-ഉം 1 വാർഡ് സ്വതന്ത്രനും ജയിക്കുമെന്നാണ് പ്രതീക്ഷ. താല്പര്യം LDF വരരുത്. എന്താ കാരണം? കാരണം അതുപോലുള്ള അഴിമതിയും ഈ ശബരിമല പ്രശ്നങ്ങളെല്ലാം എൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണ് കേസ് മാത്രം പൊക്കി പിടിച്ചോണ്ട് വരാനുള്ള കേസല്ലേ ഇവരുടെ കയ്യിലുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട്? നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ അഭിപ്രായം? എന്താ കുറിച്ച് അറിയാമോ? എന്റെ പഞ്ചായത്ത് തലത്തിലല്ലല്ലോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സംസ്ഥാന തലത്തിലേക്ക് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പല്ലേ? കൂടുതലും വ്യക്തിപരമായ അടുപ്പവും ബന്ധങ്ങളും ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ ആളുകളുടെ കഴിവ് അതൊക്കെ തന്നെ, അല്ലെങ്കിൽ മുൻ ഭരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഭരണങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ വിലയിരുത്തപ്പെടുന്നത്. കൂടുതലും പ്രാദേശിക ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ തവണ ഇവിടെ വടാട്ടുപാറ 5 വാർഡുണ്ട്. അതിൽ 2 വാർഡിൽ സ്വതന്ത്രന്മാർ മത്സരിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പൊ ഞാനൊക്കെ ഒരു സ്വതന്ത്ര പക്ഷത്തിലാണ്. വടാട്ടുപാറ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ കോൺഗ്രസ് ജയിക്കുള്ളൂ. മൊത്തത്തിൽ എങ്ങനെയാണ് പഞ്ചായത്ത് ഭരണം ആർക്ക് വരും? എന്തോ അല്ല, UDF ആണ് LDF ആണ് വരാൻ സാധ്യത? UDF വരും. യാതൊരു ചൂടുമായിട്ടില്ല. ഇവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയിട്ട് പോയിട്ടുണ്ടോ? ഇല്ല, എല്ലാ മുന്നണികളുടെ ഓരോ സ്ഥാനാർത്ഥികളുണ്ട്. റിബൽ സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ റിബലുണ്ട്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് സംശയം. കൂടുതലില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ റിസൾട്ട് വരുമ്പോ എങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്? ഒന്നും പറയാൻ പറ്റില്ല. കുട്ടമ്പുഴ പഞ്ചായത്തിലെ LDF വരും. ഇലക്ഷൻ ചൂട് എങ്ങനെയുണ്ട്? അയ്യോ, തെരഞ്ഞെടുപ്പൊക്കെ നല്ല ചൂടിലാണ്. കുഴപ്പമൊന്നുമില്ല. കാരണം ഞങ്ങൾ പോയ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുടെ എണ്ണമുള്ള സ്ഥലം എവിടെയാണെന്ന് തോന്നുന്നു. സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാല് റിബലിന്റെ ശല്യം UDF-ന് ഉണ്ടെന്ന് തോന്നുന്നു. അവർ പരസ്പരം മത്സരിക്കുന്നുണ്ട്. ഇവിടെ വടാട്ടുപാറയിൽ 5 വാർഡുണ്ട്. അതിനകത്ത് ഭൂരിപക്ഷം ആർക്ക് കിട്ടാനാണ് സാധ്യത? അങ്ങനെ ഇപ്പൊ ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇടതുപക്ഷം ജയിക്കുമെന്നല്ലേ പറയുള്ളൂ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചൂടൊക്കെ? ഇവിടെ UDF അനുകൂലമാണ്. മൊത്തത്തില് ഈ കളങ്ങാട് പഞ്ചായത്ത് ഏത് മുന്നണി ഭരിക്കാനാ സാധ്യത? സാധ്യത ഇപ്പൊ 2.5 വർഷം UDF ഭരിച്ചു. അത് പിടിച്ചു പറിച്ച് മറ്റവരും മേടിച്ചു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇനിയിപ്പോ ഞങ്ങൾ ഭരിക്കാതെ 2 പേരും പറയുമല്ലോ. അതുകൊണ്ടും വലിയ കാര്യമൊന്നുമില്ല. UDF-ന് തന്നെ അനുകൂല സ്ഥിതി മൊത്തത്തിൽ നോക്കുക. ഒന്നും പറയാറായിട്ടില്ല. ഇതുവരെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കളങ്ങാട്. ആൾക്കാരൊക്കെ അറിയും, അല്ലാണ്ട് നമ്മളിതില്ലാത്തൊന്നും ഇടപെടാറില്ല. ഒരു കേസുണ്ടാവും. കോളങ്ങാട് പഞ്ചായത്ത് നല്ല തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഇരു മുന്നണികൾക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യമാണ്. ഏത് മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറയാൻ കഴിയില്ല. LDF-നാണ് ലേശം മുൻതൂക്കം. ചൂടൊക്കെ കളങ്ങാട് സാമാന്യ ചൂടുള്ള ഒരു ഏരിയ. കളങ്ങാട് പഞ്ചായത്ത് എങ്ങനെയുണ്ട്? ആർക്കൊക്കെയാണ് സാധ്യത? ഭരണ സാധ്യത ആർക്കാണ്? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ BJP-ക്കാണ്. BJP-ക്കാണ്. BJP എത്ര സ്ഥാനാർത്ഥികളുണ്ട് കളങ്ങാട് പഞ്ചായത്തില്? ഇവിടെ അതെ, 2 വാർഡിലും സ്ഥാനാർത്ഥികളുണ്ട്. JJ Gold and Diamonds,
2 പതിറ്റാണ്ടിന്റെ പ്രൗഢ പാരമ്പര്യവുമായി മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, ഏറ്റവും പുതിയ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ, 600 രൂപ മുതൽ തുടങ്ങുന്ന കുട്ടിമോതിരങ്ങൾ, 1000 രൂപ മുതൽ മൂക്കുത്തികൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന ഡെയിലി വെയർ മാലകൾ, 2500 രൂപ മുതൽ കുട്ടിവളകൾ, 2 ഗ്രാം മുതൽ തുടങ്ങുന്ന സിംഗപ്പൂർ ഡിസൈൻ വളകൾ, 3 ഗ്രാം മുതലുള്ള പാദസരങ്ങൾ, 3 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, 3500 രൂപ മുതലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 92.5 ഇറ്റാലിയൻ വെള്ളി ആഭരണങ്ങൾ, കൂടാതെ 500 രൂപ മുതൽ തുടങ്ങുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിലൂടെ പണിക്കൂലിയും പണിക്കുറവുമില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും. ജെ ഗോൾഡ് ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. ഒപ്പം ജ്വല്ലറിക്ക് പിന്നിലായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. സത്യസന്ധത അത് അനുഭവിച്ചു തന്നെ അറിയൂ. ജെ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, AM റോഡ്, കോതമംഗലം. എവനാണോ ഇംഗ്ലണ്ടിൽ നിന്നൊന്ന് പുതിയ MD? നമ്മുടെ ബാർബർ ബാലന്റെ മകൻ വേഷം മാറി വന്നതാണോ? സംശയിക്കണ്ട, ഞാൻ ബാർബർ ബാലന്റെ മകൻ തന്നെ. പക്ഷെ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് മിൽവോക്കി അക്കാഡമി. മിൽവോക്കി അക്കാഡമി, ദ റിയൽ മാർക്ക് ഓഫ് ഇംഗ്ലീഷ്, കോതമംഗലം. Classes for IELTS, OET, MOH, CGFNS, NCLEX RN and Spoken English. ഞാൻ എന്റെ മകനെയും മിൽവോക്കി അക്കാഡമിയിൽ IELTS ചേർത്തു. മക്കൾ അമേരിക്കയിലാണ്, ആസ്ട്രേലിയയിലാണെന്നൊക്കെ പറയുന്നതിലുമില്ലേ ഒരു സുഖം. മിൽവോക്കി അക്കാഡമി, കോതമംഗലം.